ചെടികളെ ഇഷ്ടപ്പെടുന്നവർ എന്തുമായാലും തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഈ TBJRI. ഇതുപോലെ ചെടികളുടെ ഒരു കളക്ഷൻ ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ടൊക്കെ ആയിരിക്കും ഇവിടുത്തെ പല ചെടികളും കാണുന്നത്. എന്തായാലും ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ ഒരു വിസിറ്റ് ഉണ്ടായിരുന്നു. അപ്പം നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ബോൺസൈസാണ്. ഒരുപാട് ബോൺസൈ ഇതുപോലെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏക്കർ കണക്കിന് വ്യാപിച്ച് കിടക്കുന്ന വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണിത്. അങ്ങനെ ഞങ്ങൾ ഹെർബറിയം സെക്ഷനിലെത്തി. ഞങ്ങൾക്ക് ആവശ്യമുള്ള കുറച്ച് ഹെർബറിയംസ് ഒക്കെ കണ്ടു. അപ്പോൾ ഹെർബറിയം കാണാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റുന്നത് ഇതുപോലെ വലിയ വലിയ അലമാരികളിലാണ് ഈ ഹെർബറിയം എല്ലാം സൂക്ഷിച്ച് വെച്ചേക്കുന്നത്. പിന്നീട് ഇതുപോലെ ഒരു കാക്ടസിൻ്റെ ഏരിയയിലോട്ട് വന്നു. ഇവിടെ ഒരുപാട് സക്കുലൻസും അഡീനിയം അതുപോലെ അലോവേരയുടെ വെരിഗേറ്റഡ് പ്ലാന്റ്സ് ഒക്കെ കാണാൻ പറ്റി. കണ്ടാൽ കണ്ണെടുക്കത്തില്ല, അതുപോലെ ഭംഗിയുള്ള പൂക്കളായിരുന്നു ഈ അഡീനിയത്തിൻ്റെ ഒക്കെ. അതുപോലെ സക്കുലൻസും ഒക്കെ കാണാൻ നല്ല രസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേനും ചെറിയ മഴയൊക്കെ പെയ്തു. പിന്നീട് കുറച്ച് ലാബിൽ കാണാനൊക്കെ ആയിട്ട് പോയി. അപ്പം ഇവിടെ കുറേ ഇൻസ്ട്രുമെൻറ്റേഷനൊക്കെ ഞങ്ങൾ കണ്ടു. ഇവിടെ ഓൾറെഡി ആൾക്കാർ റിസർച്ച് ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് ഫുഡൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നീട് അടുത്ത ഏരിയയിലോട്ടൊക്കെ വന്നത്. ഈ ഏരിയയിൽ മൊത്തം ലോട്ടസിൻ്റെയും വാട്ടർ ലില്ലിയുടെ ഒക്കെ കളക്ഷനായിരുന്നു. ഒരുപാട് കാണാനുണ്ട്. ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ കാർണിവർസ് പ്ലാന്റ് ഏരിയ ആയിരുന്നു. പണ്ട് പുസ്തകങ്ങളിലും പടങ്ങളിലും മാത്രം കണ്ടുപരിചയമുള്ള ഈ പ്ലാന്റ്സൊക്കെ നേരിട്ട് കാണാൻ പറ്റിയതൊക്കെ വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ തോന്നിയത്. എപ്പോഴെങ്കിലും ഈ ചെടി എനിക്ക് മേടിക്കണമെന്ന്, ഈ നെപ്പന്തസ് മേടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. വീനസ് ഫ്ലൈട്രാപ്പ് പൊതുവെ ഭയങ്കര പാടാണ് പിടിച്ചിട്ടാൻ. അപ്പം അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ചെടി മേടിച്ചായിരുന്നു. ഇവിടെ അതുപോലെ ഡെൻഡ്രോബിയത്തിൻ്റെയും ഫെലോപ്സിസിൻ്റെയൊക്കെ ഒരുപാട് ചെടികളുണ്ട്. അതുപോലെ തന്നെ ആന്തൂറിയത്തിൻ്റെ തന്നെ ഒരുപാട് മിനിയേച്ചർ ടൈപ്പ് നിറയെ ഫ്ലവർ പിടിക്കുന്ന ചെടികളൊക്കെ ഉണ്ട്. കാണാൻ വളരെ ഭംഗിയായിരുന്നു. അവിടുന്ന് പുറത്തോട്ട് ഇറങ്ങിയപ്പം ഇതുപോലെ വാട്ടർ ലില്ലിയുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഫ്ലവറൊക്കെ കൂടുതലും മൾട്ടിപെറ്റൽസ് ആയിട്ടുള്ള വാട്ടർ ലില്ലീസ് ആയിരുന്നു. നല്ല വലിപ്പമുള്ള ഫ്ലവേഴ്സാണ്. അതുപോലെ അതിൻ്റെ സയൻറ്റിഫിക് നെയിം വിത്ത് അവിടെ ലേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ ചെടികളൊന്നും സെയിലിന് കൊടുക്കത്തൊന്നുമില്ല. ഇതൊക്കെ ജസ്റ്റ് അവരുടെ കളക്ഷൻ മാത്രമാണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഇത് ഏക്കർ കണക്കിന് വിസ്തൃതമായിട്ട് കിടക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. കാണാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ പഠിക്കാനും ഒക്കെ വരുന്നവർക്ക് ഭയങ്കര ഉപകാരമാണ് ഇവിടെ. ഇതിപ്പോൾ ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ ഒരു ശില്പം അവിടെ വെച്ചിട്ടുണ്ട്. ഇതുപോലെ മരത്തിലൊക്കെ പലരും പല ക്രിയേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷനായിട്ടുള്ള ആനത്താമര. 2 ടൈപ്പ് ഉണ്ട്, വൈറ്റും പിങ്കും. പിന്നീട് പോയത് ഈ നെപ്പന്തസിൻ്റെ ഒരു കാട് പിടിച്ച് നിൽക്കുന്ന ഏരിയ കാണാനായിരുന്നു. ഇതൊക്കെ ഒരു പക്ഷേ നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന കാര്യങ്ങളായിരിക്കാം. എന്തായാലും ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തേക്കാം. എന്തായാലും കാണാൻ മറക്കല്ലേ.